ദൈവഹിത പ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. The topic for this evening is pleasing God in His will. നാം യോഗങ്ങൾ നടത്തുന്നു, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവപ്രസാദത്തിന് വേണ്ടി നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. We conduct meetings and do many things for pleasing God. നാം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു എന്നാണ്. In 2 Corinthians chapter 5 and verse 9, we read, therefore we make it our aim, whether present or absent, to be well pleasing to Him. ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജീവിതം ചെയ്യാനായിട്ട് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. We all desire to lead a life that is pleasing God. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യമായ ഒരു ആഗ്രഹമാണ് ഈ പറഞ്ഞതായ കാര്യം. This is a desire for any child of God, any believer in his life. നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് പ്രാരംഭമായി നോക്കുവാൻ പോവുകയാണ്. We are going to look into how we can please God. നാം വായിക്കുന്ന വാക്യങ്ങൾ മിക്കതും നമുക്ക് എല്ലാവർക്കും മനപ്പാഠമായി അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. All these verses are very familiar and we all know them by heart. നാം ഇവിടെ എബ്രായ ലേഖനം 11-ന്റെ 5-6 വാക്യങ്ങൾ വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. We read in Hebrews chapter 11 verse 5 and 6 as we see it on the screen. By faith Enoch was taken from this life. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതായ സാക്ഷ്യം താൻ എടുക്കപ്പെടുന്നതിന് മുൻപേ പ്രാപിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. And we read here, without faith, we read here, in the will of God, he was able to please him. അപ്പോൾ ഇവിടെ ഹാനോക്കിനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തന്നെ സഹായിച്ച കാര്യം എന്ന് പറയുന്നത് തനിക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസമായിരുന്നു എന്ന് നാം കാണുന്നു. So we can say it is a faith that he has in God which enabled him or helped him to please God. എന്നാൽ ലോകത്തിലുള്ള മറ്റ് ആളുകളെ നാം ശ്രദ്ധിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കേവലം വിശ്വാസം മാത്രം പോരാ, മറ്റ് അനേക കാര്യങ്ങളും അതിനോട് ചേർന്ന് വേണമെന്ന് ചിന്തിക്കുന്നവരാണ് അവരിൽ അധികവും. When we look around us in this world, we can see so many people believe they have to do so many other things to please God. ദൈവത്തിന് പ്രസാദകരമായ ചില പ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ് മനുഷ്യന് വ്യഗ്രതയുള്ളത്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുവാനോ ദൈവത്തെ പൂർണ്ണമായി ശരണപ്പെടുവാനോ ആളുകൾക്ക് താല്പര്യമില്ല. Yeah, people believe that they have to do certain acts or the activities to please God instead of looking into the will of God and to please God according to what God wills in our life. എന്നാൽ നാം വിശ്വസിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നതായ ദൈവം അവൻ പ്രസാദിക്കുന്നത് വിശ്വാസത്താലുള്ള ജീവിതത്തിലാണ് എന്ന് നാം കാണുന്നു. The God about whom we see in the Bible, it is the God who pleases by the faith that we have in him. കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്നതായ കാലത്ത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, we read in John chapter 6 verse 28 and 29. This is the passage we read about when Jesus was on the face of this earth. അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. We read, then they said to him, what shall we do that we may work in the works of God? Jesus answered and said to them, this is the work of God, that you believe in him whom he sent. അപ്പോൾ സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ കാര്യമെന്ന് പറയുന്നത് ദൈവം അയച്ച അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക, അതാണ് എന്നാണ്.
Here, the God himself, or the one who was sent by God, Jesus himself said, the only thing that we can do to please God is to believe in him who was sent. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു വന്ന കർത്താവായ യേശുക്രിസ്തുവിലും അവന്റെ ബലിമരണത്തിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവപ്രസാദത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. So if there's anyone who is listening to me needs to know, the only thing that we can do to please God is to believe in the person who was sent into this world to redeem us from our sins. നാം എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക പറയുന്നുണ്ട്. അവരെല്ലാവരും വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് അവിടെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. In Hebrews chapter 11, we read about a host of people who were the heroes of faith, and we read about them that they did everything by faith alone. ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരികയാണ്. നിങ്ങൾ ഇനി ബൈബിൾ വായിക്കുമ്പോൾ, പുതിയ നിയമം വായിക്കുമ്പോൾ, വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം മുതൽ വായിക്കുകയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതായിരിക്കുന്ന ആ പദം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ആ വിശ്വാസം വ്യാപരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കാരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. I would like to give you an assignment. If you're reading the New Testament, especially from the book of Acts, as you read along, if you find a word faith, just underline those passages and understand how the word faith is being elaborately or is being detailed across the New Testament or in the Bible. ഇവിടെ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കുവാനുള്ളത് നമുക്ക് എങ്ങനെ ഈ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. What we're going to think today, this evening, is how we can increase our faith. നാം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ നമുക്ക് കേവല വിശ്വാസം മാത്രം മതി. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിലുള്ളതായ ആശ്രയം നമുക്ക് അനിവാര്യമാണ്. We need a faith in Jesus in order to believe in him or become his child, but we need the trust or our complete submission in him to lead our Christian life. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്, 0 ഇല്ല. 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ്. In Romans chapter 10 and verse 17 we read, so then faith comes by hearing and hearing by the word of God. ദൈവവചനത്തിന്റെ കേൾവിയാലാണ് ഒരാൾക്ക് വിശ്വാസം ജനിക്കുവാൻ കാരണമായി തീരുന്നത്. A person will start receiving faith by the hearing of the word of God. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ശ്രദ്ധിച്ചാൽ, if you look into 1 Thessalonians chapter 2 and verse 13, നാം അവിടെ വായിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. Yeah, we read as we see it on the screen, chapter 2 and verse 13, and we also thank God continually because when you received the word of God, which you heard from us, you accepted it not as a human word, but as it actually is, the word of God. ജീവനും ചൈതന്യവും ഉള്ളതായ ദൈവത്തിന്റെ വചനം, സുവിശേഷം, അത് നാം കേട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുകയും നമുക്കത് വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. When we listened the word of God, which is living, it helps us to generate faith in us, and he took us to life which is having faith. അത് സാക്ഷാൽ ദൈവവചനമായി തന്നെ അവർ കൈക്കൊണ്ടു എന്നാണ് തെസ്സലോനിക്കരെ കുറിച്ച് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. We read that they have believed and accepted it as the real or actual word of God. അപ്പോൾ അവർ വിശ്വാസത്തിന്റെ വചനം കേൾക്കുകയും അത് അതുപോലെ തന്നെ ദൈവവചനമായി അംഗീകരിക്കുകയും ചെയ്തപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. When they received the word and when they believed in it, it started working in them. That's what we read.
നമുക്കറിയാം ഡോക്ടറുടെ അടുക്കലേക്ക് നാം ഒരു രോഗവുമായി ചെന്നു കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് ചില മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. We know when we go to a doctor for any illness, the doctor would diagnose and he would prescribe some medicine. ആ ഡോക്ടർ എഴുതുന്നതായിരിക്കുന്ന മരുന്നിനെ കുറിച്ച് നമുക്ക് കാര്യമായ ഗ്രാഹ്യമില്ല എങ്കിലും നാം അത് വാങ്ങിച്ച് അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് രോഗസൗഖ്യം ലഭിക്കുകയാണ്. Though we do not know about the medicines which he has prescribed to us, we would believe or put our faith in it, and we would take the medicine. മരുന്നിനെ കുറിച്ചുള്ള അറിവല്ല നമ്മളെ രക്ഷിക്കുന്നത്, മറിച്ച് നാം ആ ഡോക്ടർ പറഞ്ഞതിലുള്ളതായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അതിനെ അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഉപയോഗപ്രദമായി തീരുകയാണ്. It's not the knowledge about the medicine that saves us, but it is the trust that we put in doctor and taking the medicine to heal our problems. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ നാം അതിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്തി നാം അത് സ്വീകരിക്കുമ്പോൾ അത് ദൈവം ഏതൊരു ഉദ്ദേശത്തോടു കൂടെ എഴുതിയിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. When we receive the word of God into our life and hearts, and then it is going to work in our hearts for the very purpose for which it was written and given unto us. അതുകൊണ്ട് നാം ഏത് മാധ്യമത്തിലൂടെ വചനം കേൾക്കുന്നു എന്നുള്ളതല്ല, ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, അത് ദൈവവചനമായി നാം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായി തീരുമ്പോൾ അത് നമ്മിൽ വ്യാപരിക്കുവാനിടയാകും, നമ്മിൽ വർക്ക് ചെയ്യുവാനിടയായി തീരും. Therefore, it's not who speaks to us or what medium we use to listen to the word of God, but it is when we are ready to receive into our heart, it is when it is going to start working in our life. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നാം തിരിയുമ്പോൾ അവിടെ ഈ കേട്ടതായ വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. In Hebrews chapter 4 and verse 2 we read that the word that they have listened or heard did not turn or convert into their faith. അവർ ധാരാളം കേട്ടു എങ്കിലും കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് അവർക്ക് അത് ഉപകാരമായി തീർന്നില്ല എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. Here the writer of the Hebrews says that even though they heard the word of God, it did not work for their profit. ഒരു മാനുസ്ക്രിപ്റ്റിൽ പറയുന്നത് അവര് കേട്ടതായ കാര്യങ്ങൾ അവരുടെ വിശ്വാസവുമായി കൂട്ടിക്കലർത്തിയില്ല, മിക്സ് ചെയ്തില്ല എന്നാണ്. In another version or the translation, it says that they did not mixed what they have listened or heard with their word. നാമൊക്കെ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നവരാണ്. We all prepare tea in our home. നല്ല ഒരു ചായ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല കടുപ്പത്തിലുള്ളതായ കട്ടൻ ചായ ഉണ്ടാക്കിയ ശേഷം, so in order to make a good tea, after making a black tea, നാം നല്ല ചൂടുള്ളതായ പാലുമായിട്ട് അത് മിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. Imagine you are mixing a hot milk. ആ ചായയുടെ രുചി മാറുകയാണ്. The taste of the tea changes. ആ ചായയിൽ നിന്ന് പാലും ചായയും തമ്മിൽ നമുക്ക് വേർതിരിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് സംയോജിച്ച് അത് എന്ത് ചെയ്യുകയാണ്, അത് കമ്പൈൻ ചെയ്ത് ഒരു പദാർത്ഥമായി മാറുകയാണ്. And when we mix the milk, it joins together and it becomes another matter which cannot be separated then. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനം ധാരാളം കേൾക്കുന്നവരാണെങ്കിലും അത് നമ്മുടെ വിശ്വാസവുമായി അത് മിക്സ് ചെയ്യുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ആ ഉപകാരം ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Therefore, we need to understand when we are not able to mix the word with our faith, it is not working for our benefit or our spiritual profit. നാം ധാരാളമായി കേൾക്കുന്നവരാണ്. We hear the word a lot. ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം നാളെ ഞാൻ എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളോ എനിക്കോ ഓർമ്മയില്ലാത്തതായ ഒരവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. We are many times do not even remember what was spoken the previous day. നാം ആ വചനം നമ്മിൽ പരിവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. Which means the word is not working in us.
എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർ സംസാരിക്കുന്നതായ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുകയും പരിവർത്തിക്കുകയും അത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും നാം നമ്മുടെ സ്മൃതിബോധത്തിൽ നിന്നും മറഞ്ഞു പോകാതെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ നമുക്കുണ്ട്. But we also have the experiences when we remember some of the things which we heard long back, and it continues to be in our memory for our lifetime. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ 1-ാം അധ്യായത്തിൽ പറയുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നാണ്. Therefore, the writer of the Hebrews, he says in first chapter that whatever you heard, you need to be cautious and listening to it. ഒരു രഹസ്യ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊരു സന്ദേശം കേട്ടു എന്നിരിക്കട്ടെ. Just imagine you have listened to a message of secret prayer. നമ്മുടെ കർത്താവിന്റെ ദാസൻ മാത്യു പോൾ അങ്കിൾ അത് വളരെ തന്റെ അനുഭവത്തോട് ചേർത്ത് പറയുകയുണ്ടായി. The servant of God, evangelist Matthew Paul has shared with us with his own experience. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങളെ കുറിച്ച് പ്രാർത്ഥന മൂലം നേടിയ കാര്യങ്ങളെ കുറിച്ച് താൻ വളരെ കൃത്യമായി പറയുകയുണ്ടായി. He was very specifically mentioned those things which he had achieved by prayer. നാം എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു, ആമേൻ പറഞ്ഞു. And we all nodded our head and agreed to it. എന്നാൽ ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ടോ എന്നുള്ളത് നാം ശോധന ചെയ്യേണ്ടതാണ്. But then we are supposed to examine our own life whether that word or that message did that work for our benefit to have the effect in our spiritual life. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ നാം ദൈവവചനം കേൾക്കണം, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അങ്ങനെ നാം ദൈവപ്രസാദത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരും. Therefore, in order to please God, we need to have the word working in our hearts and work toward the fulfillment of His will. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അത്യധികം ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വസ്ഥത, സമാധാനം, സന്തോഷം, സംതൃപ്തി, സുരക്ഷിതത്വം. ഇതൊക്കെ we all are people who want to have peace and joy and satisfaction and protection in our life. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവവചനത്തിന്റെ സ്വാധീനവും നമുക്കുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒരേ അളവിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. If we have the influence of the word of God in our life, then we can have all these things. 2 പത്രോസ് 1-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. In 2 Peter chapter 1 and verse 3 we read, as His divine power has given to us all things that pertain to life and godliness. പിന്നെ റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും ഉണ്ടാകുന്നു എന്നാണ്. And Romans chapter 15 and verse 4 we read, for whatever things were written before were written for our learning, that we through His patience and comfort of the scriptures might have hope. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം ലഭിക്കുവാൻ നമുക്ക് ദൈവഹിതം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. Therefore we need to acknowledge, understand the will of God in order to please Him. 4 തരത്തിലുള്ളതായ ദൈവഹിതങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. We can discuss about 4 types of the will of God. പൂർണ്ണതയുള്ള ദൈവഹിതം, the perfect will of God. രണ്ടാമത്തേത് അനുവാദക ദൈവഹിതം. Secondly, the permissive will of God. മൂന്നാമത്തേത് വെളിപ്പെടുത്തപ്പെട്ടതായ ദൈവഹിതമാണ്. Thirdly, the revealed will of God. നാലാമത്തേത് രഹസ്യമായ ദൈവഹിതമാണ്. Fourthly, the secret will of God. നാം ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വേഗത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. എന്നാൽ ആദ്യത്തെ ഭാഗം മാത്രം അല്പം വിശദമായി സംസാരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. We are going to quickly go through all these points except the first one which we will be explaining. പൂർണ്ണതയുള്ള ദൈവഹിതം അത് നാം വായിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലാണല്ലോ. We read in Romans chapter 12 verse 2 about the perfect will of God. ആ വാക്യം ഇങ്ങനെയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്നാണ്.
Verses 1 and 2 we read, I beseech you, therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, wholly acceptable to God, which is your reasonable service. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ചെയ്യേണ്ടതിന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതായ ഒരു ദൈവഹിതമുണ്ട്. അത് തിരിച്ചറിയണമെന്നാണ് പൗലോസ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. Here Apostle Paul is exhorting us that in order to please God, we need to understand or know the good and acceptable, perfect will of God. ദൈവത്തിന്റെ ആ പൂർണ്ണമായ പ്രസാദത്തിന് വിശേഷതയായി പറഞ്ഞിരിക്കുന്നത് നന്മയും പ്രസാദവും ഉള്ളതായ ദൈവഹിതം എന്നാണ്. Here about the will of God, we read it is being mentioned here as a good and acceptable. ആ ദൈവഹിതത്തോട് കൂട്ടിച്ചേർക്കുവാൻ ഒന്നുമില്ല, അത് ആബ്സല്യൂട്ട് ആണ്, പൂർണ്ണമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. There is nothing to be added to this will of God. It is complete in itself and it's perfect. ദൈവത്തിന്റെ പൂർണ്ണമായ ദൈവഹിതങ്ങളെ കുറിച്ച് വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. Let us quickly go to the perfect will of God. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറയുന്നുണ്ട്. In Acts of the Apostles, chapter 2 and verse 40, Apostle Paul says, what we need to do, need to be saved from this perverse generation. എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ സമ്പൂർണമായ ദൈവഹിതം എന്ന് പറയുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. 1 തിമോഥെയോസ് 2:4 നാം വായിക്കുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനിടയാകണം. In 1 Timothy chapter 2 and verse 4, we read about the perfect will of God, that is, everyone must be saved. രണ്ടാമത്തെ പൂർണ്ണമായ ദൈവഹിതം, നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതം എന്ന് പറയുന്നത് ബി സാങ്ക്ടിഫൈഡ്, നാം വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. The second thing about the perfect will of God is we are expected to be sanctified in 1 Thessalonians chapter 4 and verse 3. 1 തെസ്സലോനിക്കർ 4:3 നാം കാണുന്നത് നാം വിശുദ്ധ ജീവിതം ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനമാണ്. In 1 Thessalonians 4 and verse 3, we read the exhortation given to us to lead a sanctified life. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ ഒരു മനുഷ്യൻ യാഗം അർപ്പിച്ച ശേഷം അവന്റെ പാപശുദ്ധി വന്ന ശേഷം പിന്നീട് നാം കാണുന്നത് അവിടെയുള്ളതായ ആ പിച്ചളത്തൊട്ടിയിൽ തന്റെ കൈ കഴുകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. In the Old Testament, we read after he offered his The Bible teaches us a child of God who is got saved and become a child of God on a daily basis, he needs to sanctify himself and keep him pure and holy by doing the ongoing process of sanctification. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നാം വിശുദ്ധന്മാരായി തീർന്നിരിക്കുകയാണ്. നാം പൊസിഷണലി നാം സാങ്ക്ടിഫൈ ചെയ്യപ്പെട്ടവരാണ്. As we read in 1 Corinthians, we are positionally sanctified. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പ്രാക്ടിക്കലി സാങ്ക്ടിഫൈ ചെയ്യപ്പെടുന്നതായ അനുഭവത്തിലൂടെ കടന്നു പോകണം. But we are expected to pass through the daily process of continuous sanctification. ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് 1 പത്രോസ് 1:15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. In 1 Peter chapter 1, 15 and 16, we read, God wants or expects us to be leading a holy life. രക്ഷിക്കപ്പെട്ട എല്ലാവരും എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കുവാനുള്ളതായ ആഹ്വാനമാണ് ദൈവം നൽകുന്നത്. And it is an exhortation, a call for every child of God to lead a holy life. ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. അനുദിന ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. If anyone thinks that, well, I got saved and I am complete now, that is a wrong
conception, there is an ongoing process of cleansing or a sanctification which every child of God must do. നാം ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന് രണ്ടാമത്തെ കാരണം നാം ഒരു വേർപെട്ട അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. The second part of the sanctification is we have come into a position of separation. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നതായ ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ Apostle Paul in 2 Corinthians chapter 11 verse 2, he mentioned a very interesting thing here. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. Paul says, I have betrothed you to one husband that I may present you as a chaste virgin to Christ. ഏകപുരുഷനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ അവനല്ലാതെ മറ്റൊരാളുമായി എനിക്ക് ബന്ധമില്ല എന്നുള്ളതായ ആ കാര്യം പൗലോസ് അവിടെ ഉറപ്പുവരുത്തുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച്. Here Paul is establishing a fact that every believer is betrothed to Christ and there is no other relationship apart from this. സ്വന്തമായി നിശ്ചയിക്കപ്പെട്ടുള്ള പുരുഷനല്ലാതെ വേറൊരാളുമായി ബന്ധമുണ്ടായാൽ അത് വ്യഭിചാരമാണ്. നാം കർത്താവുമായി ഉടമ്പടി ചെയ്ത ശേഷം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി തീർന്ന ശേഷം നാം മറ്റുള്ള പാപത്തിന്റെ വഴികളിലേക്ക് ജീവിക്കുമ്പോൾ നാം ദൈവത്തോട് വ്യഭിചാരം ചെയ്യുന്നവരായി തീരുകയാണ്. If anyone leaves the person for whom he is appointed and it is committing adultery, therefore when we leave the Lord and go into other things, we are in fact committing adultery against the Lord. നമ്മുടെ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ആ മധ്യസ്ഥതയിൽ കർത്താവ് പിതാവിനോട് പറയുന്നത് അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. In John 17, the Lord says in verse 19 that as you send me into the world, I also have sent them into the world, and for their sake I sanctify myself, that they may also be sanctified by the truth. കർത്താവിന് തന്നെ വിശുദ്ധീകരിക്കുവാൻ ആവശ്യമുള്ള നിലയിൽ അവനിൽ പാപമുള്ളവനല്ല. There is no sin in the Lord that he needs to sanctify himself. എന്നാൽ ആ അർത്ഥത്തിലല്ല അതിവിടെ പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണ്. Here the meaning is God or the Lord, he has separated himself for his church, that is us. കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. Only a wife that lives with her husband knows the likes and dislikes of her husband. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് ഇഷ്ടമായിരിക്കുന്നത്, ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് അനിഷ്ടമായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. Only when we live with him and be having a relation with him, only then we will know what his likes and dislikes are. അതുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ, വേർപെട്ട അനുഭവത്തിൽ നാം ജീവിക്കുവാനായിട്ടുള്ള ആഹ്വാനം കർത്താവ് നമുക്ക് നൽകുകയാണ്. Therefore, we are being exhorted to lead a separated, a perfect life for him. അപ്പോൾ എല്ലാവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ഹിതം എല്ലാവരും രക്ഷിക്കപ്പെടണം, രണ്ടാമത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ളതാണ്. Therefore, the first will is all must be saved, and secondly, all those who are saved have to be sanctified. മൂന്നാമതായി എല്ലാവരെയും കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് എല്ലാവരും ആത്മാവിൽ നിറയണം എന്നുള്ളതാണ്. Thirdly, the will of God in us is we need to be filled with the Holy Spirit. എഫെസ്യ ലേഖനം 5:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. We read that in Ephesians chapter 5 and verses 18 to 20. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവുണ്ട്. We all, those who are saved, have the Spirit of God. നമുക്ക് ഇനി കൂടുതൽ ആത്മാവിനെ പ്രാപിക്കുവാനായിട്ട് ആവശ്യമില്ല. We do not have to attain more Spirit. അങ്ങനെയാണ് ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നത്. That is how some churches teach. ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായി നമ്മിൽ വസിക്കുകയാണ്, നമ്മോട് കൂടെയുണ്ട്. When the Spirit of the Lord comes and starts to live in us, He is there with us all the time.
ഒരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. As a person, when we say to be filled with the Holy Spirit, it means we understand from the Word of God that is to be controlled completely by the Spirit. മദ്യപാനിയായ ഒരുവൻ മദ്യം കഴിക്കുമ്പോൾ അവനെ കൺട്രോൾ ചെയ്യുന്നത് ആ ആൽക്കഹോൾ ആയിരിക്കുന്നത് പോലെ ഒരു വിശ്വാസി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളതായ ജീവിതം ചെയ്യുവാനിടയായി തീരുന്നു. Like how an alcohol controls a person who has consumed it, that is how the control of the Spirit should be in a person when he yield his life under the control of the Spirit of God. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആത്മനിറവിന്റെ അനുഭവങ്ങളെ കുറിച്ച് പൗലോസ് വിവരിക്കുന്നത്. And that is why the Paul explains here about the filling of the Spirit as in speaking to one another in psalms and hymns and spiritual songs, singing and making melody in your heart to the Lord. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുദിനം ഇത് പ്രായോഗികമാക്കി തീർക്കുവാനായിട്ടിടയായി തീരണം. Dear ones, we need to make this a practical application in our life. കൊലോസ്യർ 3:16 വായിച്ചാൽ ഇതേപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. And we read the same message or the verse in Colossians chapter 3 and verse 16. We read that the word of Christ dwell in you richly in all wisdom, teaching and admonishing one another in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞതായ ജീവിതം സമം വചനം നിറഞ്ഞതായ ഒരു ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. Which means a life that is filled in the Holy Spirit is a life that is filled in the Word of God. ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയാത്ത യാതൊരു വിശ്വാസിക്കും അവൻ ആത്മനിറവിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. A believer who is not able to find joy in the Word of God will not be able to have the fulfillment of the will of God in his life and please God. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മനിറവിന്റെ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. നിങ്ങൾ എന്നാണ് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചത്? നിങ്ങൾ എന്നാണ് ദൈവത്തിന്റെ വചനം കൃത്യമായി വായിച്ചത്, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചത് എന്ന്? Dear brothers and sisters, if you are not able to enjoy and have a spirit-filled life, then you are expected to look into your own life and examine your life. When was the day last when you started reading the word and meditate on it? ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിനു വേണ്ടി പല ആത്മീക ശുശ്രൂഷകളും ചെയ്യുന്നവരും കർത്താവിന് വേണ്ടി പണം ധാരാളമായി കൊടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനവുമായി നിങ്ങൾക്ക് സമയം ചെലവഴിക്കുവാൻ ഇടയാകുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആത്മാവിന്റെ നിറവിന്റെ അനുഭവമുണ്ട് എന്ന് അവകാശപ്പെടുവാൻ യോഗ്യതയില്ല. You may be a person who may be doing several activities and even giving to the Lord, but if you are not able to spend and sit on the Word of God, you will not be able to have a spirit-filled life in your Christian life. അതുകൊണ്ട് ബി സ്പിരിറ്റ് ഫീൽഡ്, ആത്മാവിൽ നിറയുവിൻ എന്നുള്ളതായ ആ കൽപ്പന അത് നമുക്ക് ഒരു ഓപ്ഷണൽ അല്ല, അത് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ വാക്യം ആരംഭിക്കുന്നത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിച്ചുകൊള്ളുവിൻ എന്നാണ്. So being spirit-filled is not an option that is given unto us, but it is a command, and that is why that let not be fools, but be filled in the Spirit of God, we read. ആത്മനിറവിന്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. Let us look into the fruits or the results of filling of the Spirit of God. ഇതേ പോയിന്റ്സ് തന്നെയാണ് എന്റെ സൺഡേ സ്കൂളിലെ കുട്ടികൾക്കും ഞാൻ ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. These are the same points which I am sharing even with my Sunday school children. ആത്മനിറവിന്റെ ഫലം അന്യഭാഷയാണെന്ന് വചനത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. Nowhere in the Bible it is mentioned it is tongues which is the result of the spirit-filled life. ആത്മാവിൽ നിറഞ്ഞതായ സമയത്ത് അന്യഭാഷകളിൽ സംസാരിച്ചിട്ടുണ്ട്.
അത് ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ മാത്രമായിരുന്നു. When they were filled with the Spirit and they had spoken in tongues in certain occasions. എന്നാൽ നാം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആത്മാ നിറവിന്റെ ഫലമായി നാം അവിടെ കാണുന്നത് ആത്മാവിലുള്ളതായ സന്തോഷമാണ്. In the book of Acts, chapter 13 and verse 52, we read what happened when they filled with the Holy Spirit, and we read the disciples were filled with joy and with the Holy Spirit. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏത് പരിതസ്ഥിതിയിലൂടെ കടന്നുപോയാലും ആത്മനിറവിന്റെ ഒരു അനുഭവമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ നിലയിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും. Dear brothers and sisters, if you are filled with the Holy Spirit, you will be really joyful in the presence of God. ഭൗതികമായ ജീവിതത്തിലെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേർപാട്, അങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതികൂലങ്ങളും ഒരിക്കലും നിന്റെ ആത്മീക ജീവിതത്തിലെ സന്തോഷത്തെ ഹനിക്കുവാൻ ഇടയായി തീരുകയില്ല. Whatever happens in your life materially or in your health or in whatever, none of them can affect your spiritual joy. അതുകൊണ്ടാണ് നാഗൽ സാഹിബ് പാടിയത്, എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശുവിന്റെ ഗാനം എന്ന്. That is why Nagal Sahib has written and sang the song, I will rejoice always and ever. നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ ഇടയാകണമെങ്കിൽ ഒരു ആത്മനിറവിന്റെ അനുഭവം ഉണ്ടാകണം. If we need to be joyful in the Lord, we need to have an experience of spirit-filled life. ആത്മനിറവിന്റെ രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് ആരാധനാത്മകമായ ഒരു ജീവിതമാണ്. The second result of being spirit-filled is a life that is full of worship. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായി ദൈവത്തെ സഭയായി കൂടി വരുമ്പോഴും ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. Only when a person is able to worship God personally in his life will be able to worship God when they come together as a church. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സഭായോഗങ്ങളിൽ ഒരു സ്തോത്രം ചെയ്യുവാൻ, ഒരു സ്തോത്രഗീതം പാടുവാൻ, ഒരു സ്തോത്ര സങ്കീർത്തനം വായിക്കുവാൻ നിങ്ങളുടെ അധരങ്ങൾ ചലിക്കാത്തത്? നിങ്ങൾ ആത്മനിറവിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരല്ല, അതുകൊണ്ടാണ്. Why you are not able to say something when you wanted to praise God or sing a song or read a Bible? That is because you are not living a life that is spirit-filled. നിങ്ങൾക്ക് ഭാഷ കൈവശം അല്ലാഞ്ഞിട്ടല്ല. It is not because of you have problem with the language. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ള ആ ശങ്ക കൊണ്ടല്ല. It is not that you are doubtful in speaking in front of other people. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ഏതെല്ലാം ഭാഷകളിൽ എത്ര ആളുകളോട് സംസാരിക്കുന്നുണ്ട്? You are speaking and meeting so many people at your workplace. എന്തുകൊണ്ടാണ് ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങളുടെ നാവനങ്ങാത്തത്? Why your tongues are not moving when you come to the church of God? ആത്മനിറവിന്റെ അനുഭവം നമുക്കുണ്ടാകണം, അതാണ് അതിന്റെ ആവശ്യകത. What we need to have the experience of spirit-filled life. ആത്മനിറവിന്റെ മൂന്നാമത്തെ ഫലം എന്ന് പറയുന്നത് പരിശോധനകളെ, പരീക്ഷകളെ നേരിടുവാനുള്ളതായ ശക്തി ലഭിക്കുമെന്നുള്ളതാണ്. The third result of spirit-filled life is we will have strength to overcome temptations. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അഗ്നിശോധനകളിലൂടെ, മാനസികമായ വ്യതയിലൂടെ, നഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളെ നേരിടുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കുവാനുള്ളതായ ശക്തി ദൈവാത്മനിറവിൽ നമുക്ക് സാധിക്കുന്നതാണ്. When we have troubles and trials in our life which comes one after the other, then the spirit-filled life will give us the strength to face them all. ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, ആ വചനം നാം വിശ്വാസമായി പരിണമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. This is something which is practical when we really apply the word that is given unto us and we truthfully follow that. നാലാമതായി ആത്മനിറവിനാൽ നമ്മിൽ സംഭവിക്കുന്നതായ കാര്യം നമുക്ക് ക്രിസ്തീയമായ സേവനത്തിൽ പങ്കാളികളായി തീരുവാനുള്ളതായ കഴിവ് ലഭിക്കുകയാണ്. Fourthly, we will be able to serve in our Christian activities, and that is the fourth result of being filled with the Holy Spirit. നമുക്ക് പല നിലകളിലുള്ളതായ താലന്തുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ അത് ആത്മനിറവിന്റെ അനുഭവത്തിലല്ല എങ്കിൽ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി ചെലവഴിക്കുവാനായിട്ട് കഴിയാതെ പോകും. We may be having different talents and skills, but if we are not filled with the Holy Spirit, we will not be able to use them for the ministry of God.
അഞ്ചാമതായി ആത്മനിറവിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവചനം ശക്തിയോടെ ഏത് സാഹചര്യത്തിലും ആരോടും സംസാരിക്കുവാനുള്ളതായ ശേഷി ലഭിക്കുമെന്നുള്ളതാണ്, ധൈര്യം ലഭിക്കുമെന്നുള്ളതാണ്. Fourthly, we will be having the courage and boldness to speak the word of God in spite of any circumstances. അതുകൊണ്ട് ഈ 5 വിധത്തിലുള്ളതായ ആത്മീക ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകണമെങ്കിൽ നാം ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുവാനായിട്ടിടയായി തീരണം. Therefore, if we need to have these 5 things in our life, we need to have a yielding life under the control of the Holy Spirit and being filled with Him. അതുകൊണ്ട് നമ്മെ കുറിച്ചുള്ളതായ സമ്പൂർണമായ ദൈവഹിതത്തെ കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. 1, രക്ഷിക്കപ്പെടുക; 2, നാം ശുദ്ധീകരണം പ്രാപിക്കുക; 3, നാം ആത്മനിറവിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ഓപ്ഷൻ ആയിട്ടൊന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം അനുവർത്തിക്കുവാൻ ആവശ്യമുള്ള കാര്യമായിട്ടിരിക്കുന്നു. So we saw 3 things regarding the perfect will of God. The one thing is to be saved, second thing is to be sanctified, and thirdly to be filled with the Holy Spirit. And there is no option given to us in these. Everyone has to undergo all these experiences in their life. രണ്ടാമത്തെ ദൈവഹിതത്തെ കുറിച്ച് പറയുമ്പോൾ അത് അനുവാദക ദൈവഹിതമാണ്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. The second one, what we read about the will of God is, it is a permissive will of God. സങ്കീർത്തനം 106 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, when we read Psalm 106 verses 12 and 15, ഞാൻ മലയാളത്തിൽ വായിക്കട്ടെ, സമയപരിമിതി കൊണ്ട് ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, നിങ്ങൾ അത് ഇംഗ്ലീഷ് നോട്ട് ചെയ്യുക. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവനെ സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. ഇവിടെ ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ ആവശ്യപ്പെട്ടത് ദൈവം അവർക്ക് അവരുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം കൊടുക്കുകയാണ്. നേരെ മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ദൈവം കൊടുക്കുകയായിരുന്നില്ല. Here we read regarding the people of Israel when they were in the wilderness, according to what they desired or wanted, God gave to them. ചിലപ്പോൾ ചില സമയത്ത് കുഞ്ഞുങ്ങളോട് നാം ചില കാര്യങ്ങൾ പറയും, അവരോട് നോ എന്ന് പറയുമ്പോൾ പിന്നെയും അവർ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നാ നീ പോ എന്ന് പറഞ്ഞുകൊണ്ട് നാം അവരെ കൈയച്ചു വിടാറുണ്ട്. We know regarding the children, when they continuously ask and begs to us, asking for things, finally we will give up and ask them and provide them. ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല എങ്കിലും ദൈവം അനുവദിച്ചു എന്ന് വന്നേക്കാം. അതാണ് അനുവാദക ദൈവഹിതം എന്ന് പറയുന്നത്. Likewise, even though God is not pleased to provide our things due to our continuous request and prayers, God allows to happen in our life. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് നാം 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ശമൂവേൽ ശൗലിനെ രാജാവായി വാഴിച്ചത്. We see in the book of in the life of Israel, when they wanted to have a king like the people around them, like Gentiles, that is when God allowed them to have a king. ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തിരുന്നു എങ്കിലും ഈ ശൗൽ എന്ന് പറയുന്ന രാജാവ് വളരെ ചുരുക്കം വർഷങ്ങൾ മാത്രമേ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു രാജാവായി ഇസ്രായേൽ വാണുള്ളൂ. We see Saul, who was selected only for a few days, even though he became a king, because God has not planned for Saul to be the king. രാജാവായി താൻ രാജസ്ഥാനത്ത് നിന്ന് തന്നെ തള്ളി താഴെയിട്ടിട്ടും താൻ രാജാവായി തീർന്ന ദാവീദിന് ഒരു വലിയ ഭീഷണിയായി എത്രയോ വർഷങ്ങൾ തന്നെ പിന്തുടർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Even though he was dethroned, we see him as a big threat to King David for many years. ഇത് തന്നെയാണ് നാം ഹാഗാറിനെ കുറിച്ചും സാറയെ കുറിച്ചും വായിക്കുന്നത്. And we read the same regarding Hagar and Sarah. ഇസ്മായേലിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും നാം അത് തന്നെയാണ് വായിക്കുന്നത്. We read the same about Ishmael and Jacob. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ 2 അവസ്ഥകളും ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നാം ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിജയം നിശ്ചയമായിരിക്കുന്നത്. Here once we might face these 2 things happening in our life, but the victory will come according to what we are choosing to go for.
നാം രക്ഷിക്കപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ആ പഴയ മനുഷ്യന്റെ സ്വഭാവം പലപ്പോഴും കയറി വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെന്നാണ്. Even though we are saved and become a child of God, the old nature would come back to us and it will tempt us to do something. And that is why we read in Ephesians chapter 4 and 22, we need to get rid of the old man in us. നമ്മിൽ ഒന്നാം മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണോ അതോ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണോ ഉണ്ടാകുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. We need to examine, is it the nature of the first man in us, or is it the nature of the new person which is in us, which is the Lord Jesus. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായ നിലയിൽ ദൈവത്തിന്റെ അനുവാദക ഇഷ്ടത്തിനു വേണ്ടി നാം കാര്യങ്ങൾ ചോദിച്ചാൽ അത് നമുക്ക് ഒരുപക്ഷെ അത് വളരെ വലിയ വിനയായി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. If we are insisting on the permissive will of God, it might result or it might take us to a negative situation in our life. അതുകൊണ്ട് ദൈവത്തോട് മല്ലുപിടിച്ച് ദൈവമേ എനിക്കത് വേണമെന്ന് നാം നിർബന്ധപൂർവം ചോദിക്കുവാൻ ഒരു കാര്യത്തിലും ഇടയാകരുത്. പൂർണ്ണമായി ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. Therefore, we should not be in a position where we are begging and insisting to get what something that I need, but instead of that, to be submissive to the will of God. ദൈവത്തിന്റെ അനുവാദക ഇഷ്ടം ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ദൈവികമായ ഹിതമാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ടതായ ഹിതം എന്ന് പറയുന്നത്. When the permissive will of God is there, there is another will of God which is called the revealed will of God. നമുക്ക് യോനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യോനയോട് പറഞ്ഞു, നീ മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. From the life of Jonah we read God is asking him to go to Nineveh and preach against them. രണ്ടാമതും ദൈവം യോനയോട് പറയുകയാണ് 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം നീ അതിനോട് പ്രസംഗിക്കുക. Again in chapter 3 and verse 2 we read God is asking him to go to Nineveh and preach the message which God told him. ഒടുവിലായി യോന ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ചെന്ന് ദൈവം കൊടുത്ത അതേ സന്ദേശം ഇനി 40 ദിവസം കഴിഞ്ഞ് നിനവെ ഉന്മൂലമാകുമെന്ന് പ്രസംഗിച്ചു. Finally, in chapter 3 and verse 4, Jonah is going to Nineveh and preach the same word God has given to him. നമ്മോടുള്ള ബന്ധത്തിലും ചില പ്രത്യേകമായ കാര്യങ്ങൾ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ടതായ ഹിതമായി നമ്മളെ അറിയിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. We have the responsibility to accept and receive the will of God when it is given to us, revealed in front of us. ഇനി അടുത്തതായി നാം കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ 4-മതായി കാണുന്നത് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ടതായ ദൈവഹിതമാണ്. ദൈവത്തിന്റെ രഹസ്യമായ ദൈവഹിതമാണ്. Fourthly, what we see about the will of God is the will of God that is secret, the secret will of God. അതായത് യോന ആ ജനങ്ങളോട് പ്രസംഗിച്ച ശേഷം ദൈവം അതിനെക്കുറിച്ച് അനുതപിച്ചു, ഇനി ഞാൻ നിനവയെ നശിപ്പിക്കുകയില്ല എന്നുള്ളതായ തീരുമാനം ഉണ്ടായപ്പോൾ യോന പറയുന്നതായ വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. We know what Jonah was saying in response to when God in his compassion decided not to destroy the city of Nineveh. അതുകൊണ്ട് യോന പറയുകയാണ്, ദൈവമേ നീ ദീർഘക്ഷമയും മഹാദയും കരുണയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. And that is why Jonah says, he prayed to the Lord, Lord, I know, which verse is that? യോന 4:2. Okay. He said, oh Lord, was not this what I said when I was still in my country? Therefore I fled previously to Tarshish, for I know that you are a gracious and merciful God. ദൈവം നിനവേക്കാർ മാനസാന്തരപ്പെട്ടാൽ കരുണ കാണിക്കുമെന്ന ദൈവത്തിന്റെ മറച്ചു വെക്കപ്പെട്ടതായ ഹിതം അറിയിക്കുകയാണ്. And this was a secret will of God, that if the people of Nineveh, they confess of their sin, God is merciful. നമുക്കറിയാം, മോശയും അതുപോലെ തന്നെ സീനായി മലയുടെ അടിവാരത്തിലേക്ക് ആ കൽപ്പനകളുമായി കടന്നു വരുന്നതായ സന്ദർഭത്തിൽ കണ്ട കാഴ്ചയ്ക്ക്
കാഴ്ചയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിലവിളിക്കുകയാണ്. Here, Moses, when he came down from the Mount Sinai, seeing the situation, now Moses is crying aloud for the people. ദൈവം പറഞ്ഞു, ഞാൻ ഇപ്പോൾ അവരെ ദഹിപ്പിച്ചു കളയും. എന്നാൽ മോശ പറയുകയാണ്, ദൈവമേ നീ അനുദപിക്കണമേ എന്ന് പറഞ്ഞ് ഈ ജനത്തെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുമ്പോൾ ദൈവം തന്റെ ആ അനുതാപത്തിന്റെ ആ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി അവരെ രക്ഷിക്കുകയാണ്. Here, God, when pronounced the judgment upon the people, saying he will completely consume or finish them off, here Moses is pleading for the people of God, and as a result, God is being compassionate. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതായ ദൈവഹിതം അനുസരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ളതായ ഹിതം അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. When we are being obedient to the message which is given unto us in his word, then God will reveal his will in our life. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവഹിതത്തിന്റെ മർമ്മം ദൈവം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. In Ephesians chapter 1 and verse 9, God has informed or revealed the mystery of his will. ദൈവത്തിന്റെ ആ ഹിതം ചെയ്യുവാനായിട്ട് അത് മനസ്സോടെ ചെയ്യുവാനായിട്ടുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. God has given us entrusted a responsibility on us to fulfill his will. ഈ സമ്പൂർണമായ ദൈവഹിതം സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതായ പ്രവൃത്തിയിലൂടെ ദൈവം നിറവേറ്റപ്പെടുവാനായിട്ട് പോകുകയാണ്. And God is going to fulfill, complete or demonstrate his will in the days ahead. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ളതായ ദൈവഹിതത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. Let us know his will and trust in God. ഒടുവിലായിട്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Finally, I would like to say like this. നമ്മുടെ വീട്ടിൽ ഇരുമ്പ് ആയുധങ്ങളുണ്ട്, കത്തിയുണ്ട്, വാക്കത്തിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. We have knives and things which are made of iron in a home. നാം അത് തനിയെ വെച്ചിരുന്നാൽ അത് റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റസ്റ്റായി പോകും, അല്ലെങ്കിൽ തുരുമ്പെടുത്തു പോകും. If we don't use them and leave it aside, it will get rust and it will become useless. വർഷങ്ങൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. And after some time, it would completely destroy. അപ്പോൾ തന്നെ ആ ആയുധം നാം ഉപയോഗിച്ചും അത് തേഞ്ഞ് അത് ഇല്ലാതെയായി തീരുന്നതായിട്ട് നാം കാണുന്നു. At the same time, when we use it for a long time, it just wear completely and becomes nothing. നാമും അതുപോലെയാണ്. നാം വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നാം തുരുമ്പെടുത്തു പോകും. നിഷ്പ്രയോജനമായി നാം നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടതായി വരും. എന്നാൽ നാം കർത്താവിന് വേണ്ടി അവന്റെ ആത്മാവിന്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജീവിക്കുന്ന പക്ഷം നമുക്ക് കർത്താവിന് വേണ്ടി ജീവിച്ച് അവസാനിക്കുവാനായിട്ട് കഴിയും. Likewise, if we are not being useful and using ourselves, we will become rusted and be of no use. But instead of that, if we are using our skills and talents for the Lord, we can consume our life for his will and for his glory. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പിരിയാം. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Therefore, in the days ahead, let us pray and seek the will of God that is to be fulfilled in our life and please him in our life. Thank you. His name be glorified.